പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ബികോം ഫിനാൻസ് എന്ന കോഴ്സിലെ 6th സെമസ്റ്ററിനകത്ത് വരുന്നൊരു പേപ്പറാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ പേപ്പറിനകത്തുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. ഫസ്റ്റ് ചോദ്യം, ഡാഷ് ആർ ദോസ് ഹൂ എൻ്റർ ഇൻ ടു എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് കവറിംഗ് റിസ്ക് കവർ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നൊരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ആളുകളെ പറയുന്ന പേരാണ് ഹെഡ്ജേഴ്സ്. ഹെഡ്ജേഴ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റിസ്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഡാഷ് അക്സെപ്റ്റ് റിസ്ക് ഇൻ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റിട്ടേൺ. അതായത് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് റിട്ടേൺസ് പ്രതീക്ഷിക്കുന്ന ആളുകളെ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റേഴ്സ്. ഇവർ ഡെറിവേറ്റീവ് മാർക്കറ്റിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന റിസ്കുകൾ ഏറ്റെടുക്കുകയും ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൂ ആർ ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സിലുള്ള പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്, ഓൾ ഓഫ് ദം. നമുക്കറിയാം ഇതിൽ ഉത്തരം ഓൾ ഓഫ് ദം ആണ്. കാരണം ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഹെഡ്ജേഴ്സ് ഉണ്ടാവും, സ്പെക്കുലേറ്റേഴ്സ് ഉണ്ടാവും, ആർബിട്രേജേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാം ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള ആളുകളാണ്. അടുത്ത ചോദ്യം, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആർ ട്രേഡഡ് അറ്റ്. ഏതിലൂടെയാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. NSE ആണോ, BSE ആണോ, MCX ആണോ, അല്ലെങ്കിൽ ഇവയൊന്നുമല്ലേ? NSE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. MCX എന്ന് പറഞ്ഞാൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്, ഇവയൊന്നുമല്ലേ? ഒരു കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യുന്നത് MCXലൂടെയാണ്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡിലൂടെയാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, ഡാഷ് പർച്ചേസ് സെക്യൂരിറ്റീസ് ഇൻ വൺ മാർക്കറ്റ് വേർ ദ പ്രൈസ് ഇസ് ലോ ആൻഡ് സെൽ ദം ഇൻ അനദർ മാർക്കറ്റ് വേർ ദ പ്രൈസ് ഇസ് ഹൈ. അതായത് വില കുറഞ്ഞ ഒരു മാർക്കറ്റിൽ നിന്നും സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യുകയും എന്നിട്ട് അത് വില കൂടിയ മാർക്കറ്റിൽ വിതരണം ചെയ്യുകയും അല്ലെങ്കിൽ വിൽക്കുകയും ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് ആർബിട്രേജേഴ്സ്. അതിൻ്റെ ഉത്തരം വരുന്നത് ആർബിട്രേജേഴ്സ് ആണ്. ഈ ആർബിട്രേജേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാർക്കറ്റിന് വിവരമുണ്ടാവും. വില കുറഞ്ഞ ഒരു മാർക്കറ്റിൽ നിന്നും ഇവരെന്ത് ചെയ്യും? സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്തിട്ട് അത് വില കൂടുന്ന സമയത്ത് വില കൂടിയ മാർക്കറ്റിൽ അത് വിൽക്കുകയും ചെയ്യും. അപ്പം അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ആർബിട്രേജേഴ്സ് എന്നാണ് പറയുക. അടുത്ത ചോദ്യം നോക്കൂ, ഡാഷ് കമ്മിറ്റി റിപ്പോർട്ട് സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻകൈ എടുത്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് LC ഗുപ്തയാണ്. LC ഗുപ്ത കമ്മിറ്റിയാണ് ഇതാദ്യമായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ. ഏത് വർഷമാണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആൻസർ വരുന്നത് ജൂൺ 2000-ലാണ്. ജൂൺ 2000-ലാണ് ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഏത് വർഷമാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ 2003 ആണ്. ഈ അടുത്ത കാലത്താണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ. 2003-ലാണത്. അടുത്ത ചോദ്യം, ഫോർവേഡ് കോൺട്രാക്ട് ഈസ് നോട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ഹെൻസ് ദർ ഈസ് ഡാഷ് റിസ്ക്. ഫോർവേഡ് കോൺട്രാക്റ്റ് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമാറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഇതിന് കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാവും എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഡാഷ് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കൗണ്ടർ പാർട്ടി റിസ്ക് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഡേറ്റ് ഓൺ വിച്ച് ദ പാർട്ടീസ് എഗ്രി ടു സ്വാപ്പ് ഈസ് കോൾഡ്. രണ്ട് പാർട്ടികളും സ്വാപ്പ് എഗ്രി ചെയ്യുന്ന ഡേറ്റിനെ നമ്മൾ എന്താണ് പറയാന്നാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ വരുന്നത് ട്രേഡ് ഡേറ്റ് ആണ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു എക്സ്ചേഞ്ച് എ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഓവർ എ പീരീഡ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ കുറേയേറെ ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസുകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്.
അത്തരത്തിലുള്ള എഗ്രിമെൻറ്റിനെ നമ്മൾ പറയുന്നത് സ്വാപ്സ് ആണ്. ഇതിനടുത്ത ചോദ്യം, വെൻ സ്വാപ്പ് ആർ കമ്പൈൻഡ് വിത്ത് ഓപ്ഷൻസ് ആൻഡ് ഫോർവേഡ് വി ഡിറൈവ്. സ്വാപ്പ് ഓപ്ഷൻസും ഫോർവേഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? അതിനെ പറയുന്ന പേരാണ് സ്വാപ്പ് ഡെറിവേറ്റീവ്സ്. ഇതിനടുത്ത ചോദ്യം, വെൻ എ സ്വാപ്പ് ഗിവ്സ് ദ ഹോൾഡർ ദ റൈറ്റ് ടു ടെർമിനേറ്റ് ദ സ്വാപ്പ് എനി ടൈം ബിഫോർ ഇറ്റ്സ് മെച്യൂരിറ്റി ഇറ്റ് ഈസ് കോൾഡ്. അതായത് സ്വാപ്പ് ഹോൾഡർക്ക് ഏത് സമയം വേണമെങ്കിലും ആ എഗ്രിമെൻ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരത്തിനെ പറയുന്ന പേരാണ് കോളബിൾ സ്വാപ്പ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാപ്പുകളാണ് കോളബിൾ സ്വാപ്പ്. ഇതിനടുത്ത ചോദ്യം, എ സ്വാപ്പ് വിച്ച് ഗിവ്സ് സെല്ലർ ദ ഓപ്ഷൻ ടു ടെർമിനേറ്റ് അറ്റ് എനി ടൈം ബിഫോർ ദ മെച്യൂരിറ്റി ഈസ് കോൾഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെല്ലർക്ക് ഈ എഗ്രിമെൻ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിന്, അതായത് മെച്യൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുമ്പേ സെല്ലർക്ക് ഇത് ടെർമിനേറ്റ് ചെയ്യുന്നതിനുള്ള അധികാരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാപ്പാണ് പുട്ടബിൾ സ്വാപ്പ്. അതിന് ആൻസർ വരുന്നത് പുട്ടബിൾ സ്വാപ്പാണ്. അപ്പോൾ ഈ രണ്ട് സ്വാപ്സും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, കോളബിൾ സ്വാപ്പും അതുപോലെ തന്നെ പുട്ടബിൾ സ്വാപ്പും. അടുത്ത ചോദ്യമാണ്, ഡാഷ് ഡസ് നോട്ട് റിക്വയർ ആസ് ഇനീഷ്യൽ പേയ്മെൻറ്റ് വെൻ സൈനിങ് ദ കോൺട്രാക്റ്റ്. അതായത് ഏതോ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അതിനകത്ത് ഇനീഷ്യൽ പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, അത്തരത്തിലുള്ള കോൺട്രാക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഫോർവേഡ് ആണ്. ഫോർവേഡിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യൽ പേയ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. OTC derivatives are considered risky because ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ്, അതാണ് OTCയുടെ ഫുൾ ഫോം. ഇതിലൂടെ നടക്കുന്ന ഡെറിവേറ്റീവ്സുകൾ റിസ്കി ആണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ് നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയി. ദേ ഡു നോട്ട് ഫോളോ എനി ഫോർമൽ റൂൾസ് ഓർ മെക്കാനിസം. അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓവർ ദ കൗണ്ടറിൽ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അവർ ഫോളോ ചെയ്യുന്നില്ല. രണ്ടാമത്തത്, ദർ ഈസ് നോ ഫോർമൽ മാർജിനിങ് സിസ്റ്റം. ഒരു മാർജിനിങ് സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നില്ല. അപ്പം അതും ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേ ആർ നോട്ട് സെറ്റിൽഡ് ഇൻ എ ക്ലിയറിംഗ് ഹൗസ്. അവരൊരു ക്ലിയറിംഗ് ഹൗസിലൂടെ ഒന്നല്ല ഇത് സെറ്റിൽ ചെയ്യുന്നത്. ഇതും ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഓവർ ദ കൗണ്ടർ എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ച് നടക്കുന്ന സെറ്റിൽമെൻറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതോ ഒന്ന് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് അല്ല. സ്റ്റോക്ക് ആണോ, ഫ്യൂച്ചർ ആണോ, ഓപ്ഷൻസ് ആണോ, ഫോർവേഡ് ആണോ? നമുക്കറിയാം ഫ്യൂച്ചറും ഓപ്ഷൻസും ഫോർവേഡും ഒക്കെ ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് സ്റ്റോക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് പെയ്ഡ് ഫോർ ആൻ ഓപ്ഷൻ ഈസ് ദ സ്ട്രൈക്ക് പ്രൈസ് ആണോ, പ്രീമിയം ആണോ, ഡിസ്കൗണ്ട് ആണോ, കമ്മീഷൻ ആണോ? ആൻസർ വരുന്നത് പ്രീമിയം ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. ഇത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.